ദേവകി വസുദേവരുടെ വിവാഹഘോഷയാത്ര വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായി തീരും. പിന്നീട് പെട്ടെന്ന് കംസന് ഒരു ഭാവമാറ്റം ഉണ്ടാവുകയാണ്. ഘോരനായുള്ളൊരു കംസൻ താനന്നേരം വീരതയായതീതെന്നു നണ്ണി പാവക ഭാവത്തെ കേവലം പൂണ്ടുടൻ ദേവകി തൻ കൊല ചെയ്വതിനായി. പെട്ടെന്ന് പാവകഭാവത്തെ, അഗ്നിയുടെ ഭാവത്തെ കൈക്കൊണ്ടു. കോപാവേശത്താൽ അങ്ങനെ ജ്വലിക്കുകയാണ് കംസൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ദേവകിയെ കൊല ചെയ്യുവാൻ തൽക്കജം തന്നെ പീഡിച്ചു വളർന്നോരു ഖഡ്ഗവും വാങ്ങി അങ്ങോങ്ങി നിന്നാൻ. കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ഇണ്ടലും പൂണ്ടു ചമഞ്ഞാരപ്പോൾ. ഉടനെ ദേവകിയുടെ കജം മുടി പിടിച്ചു. എന്നിട്ട് ഖഡ്ഗം, തൻ്റെ വാൾ വാങ്ങി ഓങ്ങി നിന്നാൻ. ഇത് കണ്ട് പെട്ടെന്ന് അവിടെയുള്ള മാലോകരെല്ലാരും ഇണ്ടൽ പൂണ്ട്, ഇണ്ടൽ ദുഃഖം, ആകെ പരിഭ്രമം പൂണ്ട് ചമഞ്ഞാർ. അപ്പോൾ കണ്ണടച്ചിടിനാർ, കണ്ണുനീർ തൂകിനാർ, തിണ്ണമങ്ങോടിനാർ ഖിന്നരായി. കൈതീരും ഇടിനാർ, കൺചുവത്തിടിനാർ, കയ്യലച്ചിടിനാർ മെയ്യിലെങ്ങും. ആളുകളുടെ ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരും തലയിൽ കൈവച്ചു, മാറത്ത് കൈവച്ചു. അയ്യോ, ഇതെന്തൊരു ദ്രോഹമാണ് ഈ നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ പരസ്പരം പറഞ്ഞ് ഓടുകയാണ്. ഇത് കാണാൻ വയ്യ എന്ന് വിചാരിച്ചോടുകയാണ്. ഇനി ദേവകിയുടെ ആ സമയത്തെ ഭാവത്തെ ഒന്ന് ഉപമിക്കുകയാണ്. കേസരി വീരൻ തന്നാനനം തന്നിലായി കേവലം കേഴുന്നോരേണം പോലെ മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ ദൈവമേ എന്നങ്ങു ചൊല്ലി. ഈ കംസനെ ഉപമിക്കുന്നത് കേസരി, സിംഹം. സിംഹത്തിൻ്റെ മുഖത്തേക്ക് ആനനം തന്നിലായിട്ട് കേവലം കേഴുന്ന ഏണം, മാൻകുട്ടി, ഒരു മാൻപിട ഒരു സിംഹത്തിൻ്റെ വായിലകപ്പെട്ടാൽ എന്നതുപോലെ മേവി നിന്നിടുന്ന അങ്ങനെയുള്ള ദേവകീ ദേവി ദൈവമേ എന്നങ്ങ് ചൊല്ലിപ്പോയി. ഇനി എന്താ സംഭവിക്കുക? അത്രയും കോപാവേശത്താൽ ജ്വലിച്ചു നിൽക്കുന്ന തൻ്റെ ജ്യേഷ്ഠനെയാണ് കാണുന്നത്. ഘോരനായുള്ളൊരു കംസനെ നോക്കിയിട്ട് പാരം വീറച്ചു നടുങ്ങുമപ്പോൾ. ചൂഴും നിന്നിടുന്ന ലോകരെ നോക്കിയിട്ട് കോഴ പൂണ്ടേറ്റവും കേഴും. പിന്നെ പാരം വിറച്ച് ഘോരനായ കംസനെ, ആ സമയം ആയപ്പോഴേക്കും ഒരു ഘോര രൂപത്തിലായി കംസൻ. അങ്ങനെ ആ കംസനെ നോക്കുന്നു. പിന്നീട് തന്നെ രക്ഷിക്കാമോ എന്ന രീതിയിൽ ചൂഴും നിന്നിടുന്ന തൻ്റെ ചുറ്റുമുള്ള ലോകരെ നോക്കിയിട്ട് കോഴ പൂണ്ട്, ദുഃഖം പൂണ്ട് ഏറ്റവും കേഴുന്നു. എന്താ ചെയ്യേണ്ടത്? ആരാ ഇനി എന്നെ ഒന്ന് രക്ഷിക്കുക? ചങ്ങാതിമാരുടെ നന്മുഖം നോക്കി നിന്നിങ്ങനെയൻ കർമ്മമെന്നും പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിന്നുച്ചത്തിൽ നീളെ വീളിച്ചു കേഴും. തോഴിമാരുണ്ട് കൂടെ. അവരുടെ മുഖം നോക്കി എൻ്റെ കർമ്മം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നിങ്ങനെ ഒരു നെടുവീർപ്പിടുകയാണ്. അവിടെ അടുത്തുള്ള അച്ഛനെ നോക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് കേഴുകയാണ്. അവരെയൊക്കെ വിളിച്ച് കേഴുകയാണ്. നിർമായ പ്രേമം പൂണ്ടമ്മാമൻ തന്നെയും അമ്മയെ തന്നെയും ഔവണ്ണമേ ആങ്ങളെ തന്നെ വിളിച്ചു നിന്നിടുവാൻ ഓങ്ങി നിന്നങ്ങു നാടുങ്ങും. പിന്നെ
അവിടെയുള്ള തൻ്റെ ബന്ധുക്കളെയൊക്കെ നോക്കിയിട്ട് നിസ്സഹായതയോടെ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ നോക്കി നിൽക്കുകയാണ്. അതേസമയം വസുദേവരുടെ മുഖം ആനകദുന്ദുഭി തന്നൂടെ ആനനം ദീനയായി മെല്ലവേ നോക്കി വീർക്കും. ദേവകി തൻ ഭയമിങ്ങനെ കാണുമാ ശ്രീവസുദേവർ താനെന്ന നേരം. വസുദേവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. തൻ്റെ ഭാര്യ വളരെ ദയനീയമായി തന്നെ നോക്കുന്നത് തിരിച്ച് അതേ നിസ്സഹായതയോടെ നോക്കാനേ വസുദേവർക്കും സാധിക്കുന്നുള്ളൂ. പെട്ടെന്ന് വസുദേവർക്ക് ഒരു ആശയം തോന്നുകയാണ്. പെട്ടെന്നു ചെന്നു വീലക്കി നിന്നിടിനാൻ പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി. പാപനായുള്ളോരു കംസനോടായി പിന്നാപത്തു പോക്കുവാനായി ചൊന്നാൻ. പോയി കംസനോട് യാചിക്കുമ്പോഴും ഉള്ളത്തിൽ ഒരു ഉള്ളം പൊട്ടി നിന്നിടുന്നു. അതായത് പടപടാ മിടിക്കുന്നുണ്ട് ഹൃദയം. എന്നാൽ പോലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് വിചാരിച്ച് പോയി ഇപ്രകാരം പറയുകയാണ്. കംസന് പെട്ടെന്നാണ് ഈ മനംമാറ്റം വന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിർമ്മല മാനസനായി നിന്നിടുമിന്നിങ്ങനമിങ്ങനെ വന്നതെന്തേ? ശങ്കയും കൈവിട്ടു പെൺകൊല ചെയ്യുകയോ മംഗലനായ നിൻ വേലയിപ്പോൾ. നിർമ്മല ചിത്തനായ നിന്റെ മനസ്സ് ഇങ്ങനെ കലങ്ങി മറിയാൻ കാരണമെന്താണ്? മാത്രമല്ല, ഒരിക്കലും ചെയ്തുകൂടാത്ത സഹോദരി ഒരു സ്ത്രീ, അവരെ വധിക്കുവാൻ നീ ഇങ്ങനെ തുനിയാൻ കാരണമെന്താണ്? ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോ ഇന്നാരിതാനും. വേളി കഴിഞ്ഞുള്ളോരുത്സവമല്ലോ ഈ കാലവു എന്നതുമോർത്തു കാണീ. ഭ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും നിദാനത്രേ. ഇപ്പോൾ കംസനെ ഒരു വികാരപരമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്. ഇത് കേവലം പെണ്ണുമല്ല. സാധാരണ സ്ത്രീകളെയും കൊല്ലാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ സ്ത്രീയും കവിഞ്ഞ്, സ്ത്രീ എന്നതിലും കവിഞ്ഞ് നിന്റെ സോദരിയാണ്. മാത്രമല്ല, എത്ര സന്തോഷത്തിലാണ് നമ്മൾ ഇത്രയും നേരം ഈ യാത്ര ഇങ്ങനെ വന്നത്. ഈ കല്യാണത്തിന് ഉടനീളം നീ ഭ്രാതാവായി നിന്നു, ജ്യേഷ്ഠനായി നിന്നു, മാതാവായി നിന്നതും എന്തിന് അച്ഛനായ ദേവകനേക്കാളും എല്ലാറ്റിനും മുൻകൈയെടുത്ത് ഒരു താതനായി നിന്നതും നീയല്ലേ കംസ? നീയൊഴിഞ്ഞാരുമില്ലാശ്രയം കേളിവൾ കാതരിച്ചിടുവാൻ ഭോജനാഥ. വീരനായുള്ള നീ ഘോരമായി മേവുമീ നാരിതൻ വൻകൊല ചെയ്യൊല്ലാതെ. നീ ഒഴിഞ്ഞു വേറൊരാശ്രയം ഇവൾക്കില്ലല്ലോ കംസ. വീരനായ നീ ഒരിക്കലും ഒരു നാരിയെ വധിച്ചു എന്ന പേരുദോഷം കേൾപ്പിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു കൊല നീ ചെയ്യരുത്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും കംസന്റെ മനസ്സ് ഇളകിയില്ല. ഇത്തരമായുള്ളോരുക്തികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊന്ന നേരം പാപനായുള്ളോരു കംസന്റെ മാനസം പാറയെ പോലെയങ്ങാകയാലേ. പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടിനാൻ ഖിന്നനായി നിന്നവനുണ്മയായി. മനസ്സിനെ ഇളക്കാൻ പാകത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടൊന്നും കംസൻ മനസ്സിളകിയില്ല. കംസന്റെ മനസ്സിളകിയില്ല. അത് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. മറ്റൊരു ആശയമാണ് തോന്നിയത്. ദേവകി അല്ലല്ലോ നിന്നുടെ കാലനായി മേവുന്നതെന്നതോ വന്നു തല്ലോ. അഷ്ടമനാകുന്ന ബാലകനല്ലോ നിൻ
കഷ്ടതയ്ക്കിന്നു നിമിത്തമെന്നാൽ പെറ്റുപെറ്റിടുന്ന മക്കളെ എല്ലാമേ തെറ്റെന്നു നിൻ കയ്യിൽ നൽകാമല്ലോ. ദേവകി അല്ലല്ലോ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞത്, ദേവകിയുടെ മകനല്ലേ? അങ്ങനെയാണെങ്കിൽ 8ാമത്തെ പുത്രനാണ് കൊല്ലുമെന്ന് പറഞ്ഞത്. എങ്കിലും നിന്റെ ആശ്വാസത്തിനായി ദേവകി പ്രസവിക്കുന്ന എല്ലാ മക്കളെയും ഒട്ടും മടി കൂടാതെ നിന്റെ കയ്യിൽ നൽകാം. പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും നിന്നുടെ ഹാനി വരാതെ വണ്ണം. ഇങ്ങനെ ഞാൻ തന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നീടൊരു പേരുദോഷം വരാത്ത രീതിയിൽ എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് നീ ചെയ്തു കൊള്ളുക എന്നതു കേട്ടൊരു കംസന്റെ കോപവും മന്ദമായി വന്നുതേ മെല്ലെ മെല്ലെ. മന്ത്രം കൊണ്ടീശൽ തളർന്നു നിന്നിടുന്ന പന്നകവീരൻ തൻ കോപം പോലെ. ഇത് കേട്ടപ്പോൾ കംസനും തോന്നി, ശരിയാണ്, ഞാൻ എന്തിനാണ് ഇവളെ വധിക്കുന്നത്? എങ്കിൽ ഈ ഒരു ആശയം നന്നായി എന്ന് കംസന് തോന്നി. അപ്പോൾ മന്ത്രം കൊണ്ട് ഒരു പാമ്പിൻ്റെ ആ ഒരു ശൂരത്വം ഇല്ലാതാക്കാൻ മന്ത്രം ജപിച്ചാൽ പതുക്കെ തളർന്നു പോകുന്ന ആ പന്നകവീരൻ പോലെ കംസന്റെയും കോപം പതുക്കെ തണുത്തു. രോദിതയായൊരു സോദരി തന്നെയും ആദരവോടങ്ങയച്ചാൻ. പിന്നെ വമ്പൂലി വായിൽ നിന്നമ്പാലെ വീണ്ടുപോയി കമ്പത്തെ പൂണുന്നോരേണം പോലെ. അങ്ങനെ പിന്നെ ഒരു പെരുമാറ്റത്തിന് ഒക്കെ ഒരു അയവ് വന്നപ്പോൾ ദേവകിക്കും സമാധാനമായി. എന്നാലും പറയുകയാണ്, വൻപുലി വായിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന കമ്പത്തെ പൂണുന്ന, എന്നാൽ ഭയം, അപ്പോഴും ഭയം വിട്ടുമാറിയിട്ടില്ല. അങ്ങനെയുള്ള ഏണം പോലെ, ആ മാനിനെ പോലെ മേവി നിന്നിടുന്ന ദേവകീ ദേവി താൻ കേവലം കംസനെ നോക്കി നിന്നാൾ. ചൂഴവും നിന്നിട്ടു കേഴുന്നോരെല്ലാരും കോഴയും തീർത്തു നിന്നൊന്നു വീർത്താർ. ഇങ്ങനെ അപ്പോഴും പേടിച്ചരണ്ട മാൻപേടയെ പോലെ ഇരിക്കുന്ന ദേവകി കംസനെ ഒന്ന് നോക്കി. ഒപ്പം ഇതിനൊക്കെ സാക്ഷിയായി നിന്നിരുന്ന ആ ജനങ്ങളും ഒരു ദീർഘനിശ്വാസം, അതാണ് കോഴയും തീർത്ത്. കോഴ എന്നാൽ പേടി, ദുഃഖം, ഇതൊക്കെയാണ്. ആ കോഴയും തീർത്ത് നിന്നൊന്നു വീർത്ത ഒരു ദീർഘനിശ്വാസം. സമാധാനമായി. അങ്ങനെ ചങ്ങാതിമാരായുള്ള അങ്കനമാരെല്ലാം മംഗലമാകെന്നു ചൊല്ലിപ്പൂണ്ടാർ. ആനകദുന്ദുഭി താനുമന്നേരത്തു മാനിനി താനുമായി മന്ദിയാതെ സുന്ദരമായുള്ള മന്ദിരം പൂകിനാൻ വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയുമായി. എല്ലാവർക്കും ആശ്വാസമായി. ആ സമയത്ത് കംസൻ അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ ആനകദുന്ദുഭി വസുദേവർ ദേവകിയോടും ഒന്നിച്ച് തൻ്റെ സുന്ദരമായ മണിമാളികയിലേക്ക് പോയി. വേളിയെ തൊട്ടുള്ളോരുത്സവം തന്നെയും മേളമായി പിന്നെയങ്ങാചരിച്ചാൻ. സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ വിവാഹം കഴിഞ്ഞുള്ള എല്ലാ ആഘോഷവും പതിവ് പോലെ നടക്കുകയും ചെയ്തു. പേയറ്റു നിന്നോരോ ജായയും താനുമായി മായം കളഞ്ഞു വസിക്കും കാലം സുഭ്രുവായുള്ളൊരു ദേവകീ ദേവിക്ക് ഗർഭവുമുണ്ടായി മെല്ലെ മെല്ലെ. അങ്ങനെ കാലം പോകെ സുഭ്രുവായുള്ള സുന്ദരിയായ ദേവകിക്ക് ആദ്യത്തെ ഗർഭമുണ്ടായി. അദ്ഭുത കാന്തിയായി ദുർഭഗനല്ലാതോരർഭകനുണ്ടായതെന്നു വന്നു. സൂനുവെ കണ്ടു നിന്നാനന്ദി
ഭീതിനനായി. ആദ്യം ഒന്നും ഓർത്തില്ല, കംസന് കൊടുത്ത വാക്കൊന്നും ഓർത്തില്ല. അതുകൊണ്ട് ആദ്യം വലിയ സന്തോഷമായിരുന്നു. അത്ഭുത കാന്തിയോടുകൂടെ ജനിച്ച ആ മകനെ കണ്ട് ഒന്ന് ആനന്ദിച്ചു. പക്ഷെ പെട്ടെന്ന് കംസന് കൊടുത്ത വാക്കോർത്തിട്ട് വിഷമം വന്നു. കണ്ണുനീർ തൂകുന്ന ദേവകി തന്നുടെ കയ്യിൽ നിന്നേരം വാങ്ങി നേരെ പെട്ടെന്നു കൊണ്ടുപോയി കംസനു നൽകിനാൻ പട്ടാങ്ങു ചെയ്യുന്നോരെന്നു ന്യായം. അങ്ങനെ കണ്ണുനീർ തൂകുന്ന ദേവകിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ മനസ്സില്ലാ മനസ്സോടെ വാങ്ങിച്ച് കംസന് കൊണ്ടുപോയി പട്ടാങ്ങ് എന്നാൽ സത്യം ചെയ്തതുപോലെ അത് ന്യായമായിട്ടും ചെയ്യേണ്ടതാണ്. അതാണ് ന്യായം എന്നാൽ ന്യായം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ന്യായമായിട്ടും താൻ ചെയ്യേണ്ട ആ കാര്യം ചെയ്തു എന്നതു കണ്ടോരു കംസൻ താൻ അന്നേരം ചിന്തിച്ചു ചൊല്ലിനാനല്ലൽ നീക്കി. എന്നാൽ ഈ അശരീരി കേട്ടപ്പോഴുണ്ടായ ആ ഭാവമൊക്കെ കംസന്റെ മനസ്സിൽ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ യഥാർത്ഥത്തിൽ കംസന് മനസ്സുണ്ടായിരുന്നില്ല. എന്നിട്ട് കംസൻ പറയുകയാണ്, മേലിലുണ്ടാകുന്ന ബാലകനല്ലോ എൻ കാലനായ്ച്ചാലേ വരുന്നതെന്നാൽ കൊല്ലുന്നേനല്ല ഈ പൈതലേ ഇന്നു ഞാൻ അല്ലലും തീർത്തു വളർത്താലും നീ. ഇവിടെ കംസൻ ജന്മനാ ഒരു ഘോരനാണ് അല്ലെങ്കിൽ ഒരു ദുഷ്ടനാണ് എന്നും പറയാൻ സാധിക്കില്ല. കാരണം ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലാൻ യഥാർത്ഥത്തിൽ കംസന് മനസ്സ് വന്നില്ല. അതാണ് വസുദേവരോട് ചോദിക്കുകയാണ്, ആദ്യത്തെ കുഞ്ഞല്ലല്ലോ എന്നെ കൊല്ലും എന്ന് പറഞ്ഞത്, മേലിലുണ്ടാകുന്ന ഇനി വരാൻ പോകുന്ന 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നില്ല, നീ കൊണ്ടുപോയി വളർത്തിയാലും എന്ന് പറയുകയാണ്. ഇവിടെ മരണഭയമായിരുന്നു ആ സമയത്ത് കംസനെ ഒരു ദുഷ്ടനാക്കിയത് എന്ന് വളരെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇത് കണ്ടിട്ട് ഇത് പറയുന്നത് സത്യമാണോ എന്ന് വസുദേവർക്കൊരു തോന്നൽ. അതാണ് ആനഗദുന്ദുഭീതാനതു കേട്ടപ്പോൾ ദീനത കൈവിട്ടു മാനിച്ചൂടൻ ബാലനെ തന്നെയും ദേവകിക്കായിട്ടു ചാലെ നൽകിടിനാൻ കൊണ്ടുപോയി. ആദ്യം കംസൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ വസുദേവർക്ക് അത്ര പെട്ടെന്ന് വിശ്വാസം വന്നില്ല. പിന്നെ പറഞ്ഞത് സത്യമാണ്, ശരിക്കും പറഞ്ഞതാണ് എന്ന് മനസ്സിലായപ്പോൾ ദീനത കൈവിട്ട് ആ കംസനെ മാനിച്ചു, മനസ്സുകൊണ്ട് നമസ്കരിച്ച് ആ കുഞ്ഞിനെ ദേവകിക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ വീണ്ടും എല്ലാം പഴയതുപോലെ ആകുന്ന സമയത്ത് അതാണ് പിന്നെയങ്ങെല്ലാരും തന്നുടെ മന്ദിരം തന്നിലിരിക്കും കാലം ആഗതനായൊരു നാരദൻ കംസനോടാദരവോടു പറഞ്ഞപ്പോൾ. കംസൻ ഈ കുഞ്ഞിനെ കൊല്ലാതെ വിട്ടത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ സങ്കല്പത്തിന് എതിരാണ്. ഇവിടെ നാരദൻ ഈ ഒരു ദൗത്യവുമായിട്ട് വരികയാണ്. കാരണം ഭഗവാന്റെ മൂത്ത സഹോദരന്മാരായി പിറക്കുന്ന ഈ 6 പേരും ഒരു ശാപത്താലാണ് ഭൂമിയിൽ വന്ന് പിറക്കുന്നത്. ഇവർ മരീചി പുത്രന്മാരായിരുന്നു. ബ്രഹ്മാവാണ് ഇവരെ ശപിച്ചത്. ആദ്യം ഇവർ ഹിരണ്യകശിപുവിൻ്റെ മക്കളായിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചു. അത് കഴിഞ്ഞ് മരിച്ച് ഇപ്പോൾ വീണ്ടും ഭഗവാന്റെ ആ സഹോദരന്മാരായി ജനിക്കുക എന്ന പുണ്യം നേടാനായിട്ട് ഒരു നിമിഷത്തേക്ക് ഭൂമിയിൽ വരണം. അതായിരുന്നു അവരുടെ യോഗം. പക്ഷേ വന്ന് ഉടനെ തന്നെ അവർക്ക് മോക്ഷം ലഭിക്കണം. അതിനായിട്ട് അവരെ കൊല്ലുക തന്നെ വേണം. ഇത് പറയാനായിട്ട് നാരദ മഹർഷി അവിടെ വരികയാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ കഥയറിയാതെ
ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നാരദ മഹർഷി ഏഷണി കൂട്ടാൻ വന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇതും ഭഗവാന്റെ ഒരു സങ്കല്പമാണ്. ഭഗവാന്റെ ദൂതനായിട്ടാണ് ഇവിടെ നാരദ മഹർഷി വന്നിരിക്കുന്നത്. എന്നിട്ട് കംസനോട് പറയുകയാണ്, ബന്ധുവേ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വേണം നീയൊന്നു ചെയ്യുവാൻ. നിന്നുടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഈ പാരിടത്തിൽ. വളരെ നല്ല മനസ്സാണ് കംസൻ കാണിച്ചത്. പക്ഷേ നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, ബന്ധുക്കളെയും ശത്രുക്കളെയും അവരുമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നിനക്കറിയാമല്ലോ, നിന്റെ ശത്രുക്കളായിട്ടാണ് വന്നിരിക്കുന്നത് ആ ദേവന്മാർ. നിന്റെ ശത്രുക്കളായി വന്ന ദേവന്മാരാണ് യാദവന്മാരായി ജനിച്ചിരിക്കുന്നത്. വിഷ്ണുവിൻ ചൊല്ലാലേ വന്നു പിറന്നിട്ടു വൃഷ്ണികളായി ചമഞ്ഞതിപ്പോൾ. പണ്ടേയും നിന്നോടെ വൈരിയായി മേവുന്ന കൊണ്ടൽ നേർ വർണ്ണൻ താനിന്നു നേരെ. ഇവരൊക്കെ വൃഷ്ണി വംശത്തിൽ വന്ന് പിറന്നത് തന്നെ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞിട്ടാണ്. ആ മഹാവിഷ്ണു തന്നെയാണ് നിന്റെ കാലനായി വരാൻ പോകുന്നത്. ദേവകി തന്നുടെ ഗർഭകനായിട്ടു മേവി നിന്നാശു പിറന്നു. പിന്നെ നിന്നെയും നിന്നുടെ ചേവകന്മാരെയും കൊന്നിടുമെന്നതു തെറിനാലും. നീ ഈ കാണിക്കുന്ന കരുണയൊന്നും ഭഗവാൻ നിന്നോട് കാണിക്കില്ല. അതുകൊണ്ട് നീ വളരെ കണ്ടും ശ്രദ്ധിച്ചുമൊക്കെ ചെയ്യുക. മാഴ്കാതെ നിന്നെ നീ കാത്തുകൊള്ളാകിലോ ആകാതെ പോകമേ ഭോജനാഥ. മാഴ്കാതെ എന്നാൽ മടിക്കാതെ. നീ ഇങ്ങനെ അവരോട് ദയയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊല്ലാൻ 8ാമത്തെ പുത്രനായി വരുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ അത് മാറ്റാൻ ഭഗവാന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു കൊള്ളുക. അതാണ് മടിക്കാതെ നിന്നെ നീ കാത്തുകൊള്ളായെങ്കിലോ ആകാതെ പോകമേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഭോജനാഥ. നാരദനിങ്ങനെ ചൊന്നതു കേട്ടിട്ടു ഘോരനായുള്ളൊരു കംസനപ്പോൾ യാദവന്മാരോടു പോരു തുടങ്ങിനാൻ വാനവരെന്നതു നണ്ണി നേരെ. ഇത് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ കംസന് യാദവരോടൊക്കെ ദേഷ്യം വന്നത്. അങ്ങനെ പിന്നീട് നാരദൻ ഇത് പറഞ്ഞു പോയതിനു ശേഷം എല്ലാ യാദവന്മാരെയും കണ്ണിൽ കണ്ടവരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ പീഡിതരായവർ ഓരോരോ നാട്ടിലന്നാടും വേടിഞ്ഞു നടന്നാരെങ്ങും. പിന്നെയാണഞ്ഞവനാനകദുന്ദുഭി തന്നെയും ദേവകി തന്നെയും താൻ. ഇത് കേട്ടതിന് ശേഷമാണ് ഇവരെ ജയിലിലടക്കാൻ പോലും കംസൻ നിശ്ചയിക്കുന്നത്. അങ്ങനെ യാദവരെയൊക്കെ ഉപദ്രവിച്ചു. പീഡിതരായ അവരൊക്കെ ആ നാട് വിട്ട് പല നാടുകളിലായിട്ട് പോയി. ഉടനെ തന്നെ ദേവകി വസുദേവരുടെ അടുത്തേക്ക് വന്നിട്ട് ചങ്ങല കൊണ്ടു തളച്ചു നിന്നിടിനാൻ തങ്ങളിലെ ചൊല്ലായെന്നു നണ്ണി. ഉണ്ടായ ബാലകന്മാരെയും ചെഞ്ചമ്മേ കണ്ഠം പീരിച്ചു കഴിച്ചാൻ പാപി. ഇവരെ ചങ്ങല കൊണ്ട് തളച്ചു അവിടെ ഒരു കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടു. പിന്നീടുണ്ടായ എല്ലാ കുട്ടികളെയും കണ്ഠം പിരിച്ച് ഞെരിച്ചു കൊന്നുകളഞ്ഞു. പക്ഷെ ഇവിടെ പാപി എന്ന് വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വീണ്ടും ആ മരണഭയമാണ് കംസനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ചീറി നിന്നിടുന്ന കംസനെന്നിങ്ങനെ 6 കീടാങ്ങളെ കൊന്നവാറേ
സപ്തമമാകുന്ന ഗർഭവുമുണ്ടായതുത്തമയാകുന്ന ദേവകിക്കോ ലക്ഷ്മീശൻ താനന്നു ചിന്തിച്ചു ചൊല്ലിനാൻ അക്ഷണം തന്മായ തന്നോടപ്പോൾ. ഇങ്ങനെ 6 കുട്ടികളെയും കംസൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. 7ാമത്തെ ഗർഭവും ഉണ്ടായി ദേവകിക്ക്. പക്ഷേ അവിടെ ഭഗവാന് മറ്റൊരു നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ മായാശക്തിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: പാരാതെ പോകണം ഭൂതലം തന്നിൽ നീ കാര്യങ്ങൾ ഓരോന്നേ സാധിപ്പാനായി. ദേവകി തന്നോടെ ഗർഭകനായിട്ടു മേവി നിന്നിടുമാനന്ദനെ നീ ഗോകുലം തന്നിൽ വസിച്ചു നിന്നിടുന്ന രോഹിണി തന്നിലങ്ങാക്ക വേണം. മായാശക്തിയോട് ഭഗവാൻ പറഞ്ഞു: നീ വളരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകണം, നിനക്ക് കുറച്ച് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ദേവകിയുടെ 7ാമത്തെ പുത്രനായിട്ട് ഇപ്പോൾ ഉള്ളത് അനന്തനാണ്. ആ അനന്തനെ ഗോകുലത്തിൽ വസിക്കുന്ന വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയാണ് രോഹിണി. നേരത്തെ പറഞ്ഞു, കംസന്റെ ഈ ഉപദ്രവം സഹിക്കാതെ പല യാദവരും പലയിടത്തേക്ക് മാറിപ്പോയി. അതിൽ വസുദേവരുടെ പത്നിയായ രോഹിണി വസുദേവരുടെ സുഹൃത്തായ നന്ദഗോപരുടെ ഗൃഹത്തിൽ പോയി ജീവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ഈ കുഞ്ഞിനെ മാറ്റാൻ ഭഗവാൻ പറഞ്ഞത്. ആനകദുന്ദുഭി തന്നുടെ സൂനുവായി ഞാനും പിറക്കുന്നതുണ്ടു നേരെ. നന്ദവിലാസിനി നന്ദനയായിട്ടു നന്നായി പോന്നു പിറക്ക നീയും. ഇനി 8ാമത്തെ പുത്രനായിട്ട് ഞാൻ ആനകദുന്ദുഭി തന്നെ വസുദേവരുടെ മകനായി ഞാൻ 8ാമത്തെ പുത്രനായി പിറക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? അവിടെ നന്ദഗോപരുടെ ഭാര്യയായ യശോദയ്ക്ക് മകളായി പിറക്കണം. അപ്പോൾ മായാദേവിക്ക് 2 ഉത്തരവാദിത്തങ്ങളാണ് കൊടുത്തത്. ഒന്ന്, ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് 7ാമത്തെ ഗർഭത്തെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. അതുകൂടാതെ 8ാമത്തെ അവതാരമായിട്ട് ഞാൻ വരുന്ന സമയത്ത് ദേവി നന്ദഗോപരുടെ മകളായിട്ട് പിറക്കണം. കൊല്ലുവാനോങ്ങുന്ന കംസനെ വഞ്ചിച്ചു മെല്ലവേ പോയി കൊണ്ടമ്പരത്തിൽ. മാലോകർ കേളുന്നോരാപത്തെ പോക്കുവാൻ ഭൂലോകം തന്നിൽ വസിക്ക പിന്നെ. അങ്ങനെ പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട് ദേവി കംസന്റെ കയ്യിലെത്തും. ആ സമയത്ത് കൊല്ലുവാനോങ്ങുന്ന കംസനെ വഞ്ചിച്ചുകൊണ്ട് ദേവി ആകാശത്തേക്ക് പോകണം. പിന്നീട് ഈ ഭൂമിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ആശ്രിതവത്സലയായ അംബയായ ദേവി സ്വരൂപയായിട്ട് ദേവി വാഴണം എന്നും പറയുകയാണ്. ഭക്തിയെ പൂണ്ടു ഭജിച്ചു നിന്നിടുന്നോർ കത്തലെ തീർത്തു തൂണപ്പതിനായി. മാലിയെന്നിടുന്ന ഭൂലോകവാസികർ കാലംബമായെഴും മൂലതായേ. ഭക്തിയെ പൂണ്ട് ഭജിക്കുന്ന മാലോകർക്ക് അത്തലെ തീർത്ത് അവരുടെ ദുഃഖങ്ങളെ തീർത്ത് അവരെ തുണക്കുവാൻ വേണ്ടിയിട്ട് മാൽ എന്നാൽ ദുഃഖം ഇല്ലാതാക്കി ഈ ഭൂലോകവാസികൾക്ക് അവർക്കൊക്കെ ആലംബമായി എഴുന്ന മൂലതായ മായാപ്രകൃതിയായിട്ടുള്ള ദേവി ആ പരാശക്തിയായിട്ട് ദേവി ഈ ഭൂമിയിൽ വാണരുളണം. കാൽത്താരിൽ കുമ്പിട്ടു കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളണമേ തമ്പുരാട്ടി. ഇത്തരമോരോരോ നൽസ്തുതിയോതി നിന്നുത്തമമായൊരു ഭക്തിയുമായി വാഴ്ത്തി വണങ്ങുവരാസ്ഥ പൂണ്ടോരോരോ ധാത്രിസൂരന്മാരും മറ്റുള്ളോരും.
ഇങ്ങനെ ദേവി ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് ഓരോരോ സ്തുതിയോതി ദേവിയെ എല്ലാ ഭക്തരും വാഴ്ത്തുന്നതാണ്. വൈകല്യം തീർക്കുന്ന വൈകുണ്ഠനിങ്ങനെ വൈകാതെ പോകെന്നു ചൊന്ന നേരം ഇങ്ങനെ ചൊൽക്കേട്ട മായതാൻ പോയി ചെന്നങ്ങനെ എല്ലാം അങ്ങാചരിച്ചാൾ. എല്ലാ വൈകല്യവും തീർക്കുന്ന വൈകുണ്ഠനാഥൻ ഇപ്രകാരം ഒട്ടും വൈകാതെ പോവുക എന്ന് പറഞ്ഞപ്പോൾ മായാദേവി എന്തൊക്കെയാണോ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതൊക്കെ വളരെ ഭംഗിയായി ചെയ്തു. എന്നാൽ അവിടെ സംഭവിച്ചത് ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടമായുണ്ടായ ഗർഭമോ ചെഞ്ചമ്മേ നഷ്ടമായി പോയി പോൽ ദേവകിക്കോ എന്നൊരു വാർത്തയുമെങ്ങുമേ പൊങ്ങിതായന്നു തുടങ്ങിയ നാട്ടിലെങ്ങും. അങ്ങനെ 7ാമത് ഗർഭിണിയായി എന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു. പക്ഷേ ഉടനെ തന്നെ അറിഞ്ഞു ആ ഗർഭം അലസിപ്പോയി എന്ന്. അതേസമയം ആനകദുന്ദുഭി തന്നുടെ ജായയാം മാനിനിയായുള്ള രോഹിണിക്കോ സുന്ദരനായൊരു നന്ദനനുണ്ടായി എന്നൊരു വാർത്തയും ഔവണ്ണമേ. എന്നാൽ പിന്നീട് കേൾക്കുന്നത് അവിടെ വ്രജത്തിലുള്ള ആനകദുന്ദുഭിയുടെ, അതായത് വസുദേവരുടെ തന്നെ ഭാര്യയായ രോഹിണിക്ക് ഒരു മകൻ ഉണ്ടായി എന്ന വാർത്തയാണ് പിന്നീട് എല്ലാവരും കേൾക്കുന്നത്. ഛിദ്രിച്ചു പോയൊരു ഗർഭവും ചിന്തിച്ചു ദുഃഖിച്ചു ദേവകി മേവും കാലം ആഗമം തന്നൂടെ കാതലിലായി മറഞ്ഞാരുമേ കാണാതെ നിൽപ്പോനപ്പോൾ. സ്വാഭാവികമായിട്ടും ഗർഭം അലസിപ്പോയതിൻ്റെ ഒരു വിഷമം ദേവകിക്കുണ്ടായിരുന്നു. അങ്ങനെ ദുഃഖിച്ച് വാഴുന്ന സമയത്താണ് ആഗമം തന്നുടെ കാതലിൽ, ആഗമം എന്നാൽ വേദം, വേദത്തിൻ്റെ കാതൽ എന്നാൽ സാരം, സാരത്തിൽ മറഞ്ഞ് ഭഗവാന്റെ തത്വം അത്ര പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടുകയില്ല. അതുകൊണ്ടാണ് വേദസാരമായിട്ട് ആരുമേ കാണാതെ നിൽപ്പോനപ്പോൾ ദേവകി തന്നുടെ ഗർഭകനായിട്ടു മേവിനാൻ മേദിനി കല്ലൽ പോവാൻ കുപ്പിയിൽ നിന്നോരോ നൽവിളക്കെങ്ങനെ കുപ്പിയെ ചാലെ വിളക്കി ന്യായം. അങ്ങനെ വേദാന്ത സാരമായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മം ദേവകിയുടെ മകനായിട്ട് ഈ ഭൂമിയുടെ അത്തൽ തീർക്കാനായിട്ട് അവിടെ ഗർഭസ്ഥനായി വാണു. ഗർഭകമായുള്ള വൈഷ്ണവം ധാമമ ഗർഭിണി തന്നെയും ഔവണ്ണമേ ഗർഭത്തിനുള്ളോരോ ചിഹ്നവും പോന്നവൾ കൽപ്പമായി കാണത്തുടങ്ങി മേയിൽ. ഭഗവാനെ ഗർഭം ധരിച്ചതിൻ്റെതായ ആ മാറ്റം ദേവകിയിൽ കാണാൻ തുടങ്ങി. നേർത്തു നിന്നിടുന്ന ഗാത്രങ്ങളെല്ലാമേ ചേർത്തു തുടങ്ങിയതു നാളിൽ നാളിൽ ആണുപോയെങ്ങാനും വീണോരു നാഭിയും പൂർണ്ണമായി തൂർണമേഴത്തുടങ്ങി. ദേവകിയുടെ ശരീരത്തിൽ കാണപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുവരെ നേർത്ത് നിന്നിടുന്ന ആ ഗാത്രങ്ങൾ, ശരീരമൊക്കെ ചീർത്തു തുടങ്ങി. ആണ്ടുപോയെങ്ങാനും വീണോരു നാഭിയും, നാഭി പുറത്തേക്ക് ഉന്തി നിൽക്കും. അപ്പോഴാണ് ഗർഭം പുറത്തേക്ക് വരുന്ന സമയത്ത് നാഭിയും പുറത്തേക്ക് വരും. ഇങ്ങനെ പൂർണ്ണമായി തൂർണം എഴത്തുടങ്ങി, അത് പൂർണ്ണമായിട്ട് കാണാൻ തുടങ്ങി ആ ഗർഭചിഹ്നമൊക്കെ. സൂക്ഷ്മമായുള്ളൊരു മധ്യവും ചെഞ്ചമ്മേ വീക്ഷണ ഗോചരമായി വന്നു.
മാന്യമായുള്ള വലിത്രയം മാഞ്ഞുപോയി ശൂന്യമായി വന്നിതു മെല്ലെ മെല്ലെ. സ്ത്രീകളുടെ സൗന്ദര്യ ലക്ഷണമാണ് വലിത്രയം. അത് മെലിഞ്ഞിരിക്കുന്ന ആ ശരീരത്തിൽ ഉദരഭാഗത്തിലാണ് ഈ വലിത്രയം ഉണ്ടാവുക. അപ്പോൾ ഗർഭം പൂർണ്ണമാകുന്ന സമയത്ത് ഈ വലിത്രയം മാഞ്ഞു പോകും, അത് ഇല്ലാതെയാകും. അങ്ങനെ ശൂന്യമായി വന്നിതു മെല്ലെ മെല്ലെ. ആനകദുന്ദുഭിമാനിക്കും കൊങ്കകൾ കാനനം ചാലക്കറുത്തു തപ്പോൾ നന്ദനനുണ്ടായാലെങ്ങളെ സ്നേഹമില്ലെന്നതു ചിന്തിച്ചിട്ടെന്ന പോലെ. ഗർഭം പൂർത്തിയാകുന്ന സമയത്താണ് സ്തനങ്ങളും പൂർണ്ണമാകുന്നത്. അതിനെക്കുറിച്ച്, ആ വലുപ്പം വെക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ്. ചാരുവായ് മേവുമമ്മാരോടു ചേരുന്നോരാരവും പോയങ്ങു ദൂരമായി. ബാലകൻ വേണമീ മാറോടു ചേരുവാൻ ഞാനിനി നീങ്ങണമെന്ന പോലെ. ഇനി ഈ സ്തനങ്ങൾ പാനം ചെയ്യാൻ ആ ബാലകനാണ് അവകാശം, എനിക്കിനി ഇവിടെ ഒരു അവകാശവും ഇല്ല എന്ന രീതിയിൽ ആരം എന്നാൽ മാല ദൂരേക്ക് പോയി എന്ന് വെച്ചാൽ സ്തനങ്ങൾ വലുതായി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഉപമിച്ചതാണ്, ഇനി ഞങ്ങൾക്കിവിടെ സ്ഥാനമില്ല, ആ കുഞ്ഞിനാണ് ഇവിടെ സ്ഥാനം എന്നതുപോലെ. അന്യമായി നിന്നുള്ള ഭൂഷണജാലവും ഒന്നൊന്നേ പോയി ചുരുങ്ങിതായി. ഈരേഴു പാരിനും ഭൂഷണമല്ലോ ഈ നാരിയിൽ നിന്നവനെന്തു ഛേദം. മറ്റെല്ലാ ഭൂഷണങ്ങൾ, എല്ലാ അലങ്കാരങ്ങളും അഴിച്ചു വെച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഈ ഈരേഴു പാരിനും 14 ലോകങ്ങൾക്കും ഭൂഷണമായി വരാൻ പോകുന്ന ഒരു മകനുള്ളപ്പോൾ വേറെ എന്ത് ആഭരണമാണ് ഇനി ധരിക്കേണ്ടത്? മാനിനിമാരുടെ മൗലികയാമവൾ കാനനം ചാലെ വീളർത്തു കൂടി. ഗർഭകനായുള്ളോരർഭകൻ തന്നുടെ നിർഭരഹാസം കൊണ്ടെന്ന പോലെ. ഈ ഒരു സമയമാവുമ്പോൾ വിളർച്ച കൂടാറുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് ഗർഭത്തിലിരിക്കുന്ന ഭഗവാൻ ചിരിക്കുകയാണ് എന്നാണ്. അംഗവികാരങ്ങൾ പിന്നെയും ഓരോന്നേ പൊങ്ങിത്തുടങ്ങിയതു മേനി തന്നിൽ. വിശ്വമശേഷം തന്നുള്ളിലെ ചേർത്തൊരു വിഷ്ണുവെ തന്നുദരത്തിലാക്കി. മേവി നിന്നിടുന്ന ദേവകീ ദേവി തൻ മേന്മയെ പാർക്കിലിന്നാർക്കു ചൊല്ലാം. ഈ വിശ്വത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിലാക്കിയ ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ തൻ്റെ ഉദരത്തിലാക്കാൻ ഭാഗ്യം ലഭിച്ച ദേവകിയുടെ മഹാഭാഗ്യത്തെക്കുറിച്ച് എന്ത് ചൊല്ലാനാണ്? ഇടക്ക് കംസൻ വന്നു നോക്കാറുണ്ട് കാരാഗൃഹത്തിൽ. ഈ സമയത്ത് എന്തുകൊണ്ടെന്നറിയില്ല ദേവകിക്കുണ്ടായ ഈ അത്ഭുതകാന്തി എന്തുകൊണ്ടാണെന്ന് കംസനും ഇങ്ങനെ അതിശയിക്കുകയാണ്. ഗർഭിണിയായൊരു ദേവകി തന്നുടെ അത്ഭുത കാന്തിയെ കണ്ടു കംസൻ. തന്നിലെ നണ്ണിനാൻ എന്നുടെ കാലനായി വന്നവൻ ഇന്നിവനെന്നു തന്നെ. പണ്ടിവൾക്കിങ്ങനെയുള്ളൊരു കാന്തിയെ കണ്ടതില്ലെന്നതു കൊണ്ടു കാണാം. എന്തിനി നല്ലതെന്നിങ്ങനെ ചിന്തിച്ചാലേതുമേ തോന്നുന്നതല്ലയൊന്നും. ഈ അത്ഭുത കാന്തി, അതായത് ഒരു പ്രത്യേകത കണ്ടിട്ട് തന്നെ കംസൻ ഊഹിച്ചു, എന്നെ കൊല്ലാൻ വരുന്ന അന്തകൻ ഇവൻ തന്നെയാണ്. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കാത്തിരിക്കണം, അത്രയേ പറ്റുള്ളൂ. അതാണ് എന്തിനി നല്ലതെന്നിങ്ങനെ ചിന്തിച്ചാൽ ഒന്നും തോന്നുന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴൊന്നും ചെയ്യാൻ സാധിക്കുകയും ഇല്ല.
കാരണം ഗർഭിണി തൻ കൊല ചെയ്വതിനായിട്ടോ കെൽപ്പു പൂലമ്പുന്നതല്ല ചെമ്മേ. പെറ്റങ്ങു വീഴുമ്പോൾ തെറ്റെന്നു ചെന്നു ഞാൻ പറ്റാതൊന്നാകിലും പാർത്തിടാതെ. ഇത്രയും കാന്തി ഇവൾക്കുണ്ടാകണമെങ്കിൽ വരാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാന്തി എത്രമാത്രമായിരിക്കും. ഇനി അത് കണ്ടിട്ട് എനിക്കെങ്ങാൻ മനസ്സ് മാറിപ്പോകുമോ എന്ന് കംസൻ ഒരു പേടി. എന്നാൽ ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നും മനസ്സ് മാറരുത്. കൊന്നങ്ങു വീഴ്ത്തിനാലൊന്നിനും ബാധയില്ലെന്നതേ ചിന്തിച്ചാൽ നല്ലതുള്ളൂ. ഇങ്ങനെ നണ്ണിനോരന്ധനായുള്ളവൻ ആവിലമായുള്ളോരുള്ളവുമായി. കാരണം ഭഗവാനാണ് ജനിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അറിയാതെ തന്നെ കംസന്റെ ഉള്ളിലും വരുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അതായത് ഉള്ളിൽ നിന്ന് ആ കോപമൊക്കെ ഇല്ലാതാകുന്നു. അതാണ് കംസനും പേടി. എനിക്കിനി ഈ കുഞ്ഞിനെ കൊല്ലാൻ പറ്റാതെ വരുമോ, അതുകൊണ്ട് അങ്ങനെയൊന്നും ആവരുത് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതാണ് ഇങ്ങനെ വിശ്വസിച്ച് അന്ധനായുള്ള അവൻ ആവിലമായ കലങ്ങിയ മനസ്സോടുകൂടെ ഇങ്ങനെ ഉള്ളം പുകച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് ഒന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത്തവണ കുറച്ചുകൂടെ ആ കാവലൊക്കെ ഒന്ന് ശക്തമാക്കി. ദേവകി തന്നുടെ ഗർഭകനായൊരു തന്നുടെ ദാസരായുള്ളവരെ കേവലൻ തന്നെ അറിഞ്ഞു നേരെ ചാരത്തു ചെന്നു പുകണ്ണു നിന്നിടിനാർ വാരുറ്റു നിന്നുള്ളവാനോരെല്ലാം. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിൽ ഇരിക്കുന്നത് ഭഗവാൻ വാസുദേവനാണ് എന്ന് അറിഞ്ഞ് ആ ദേവന്മാരൊക്കെ അവിടെ ആകാശദേശത്തു വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. മിഥ്യയെ ചെഞ്ചമ്മേ വേരറുത്തിടുന്ന സത്യമായുള്ളൊരു ബോധവുമായി നിത്യമായി നിന്നൊരു തത്വമായി മേവുന്നോരുത്തമരൂപനെ കാത്തുകൊള്ളീ. മിഥ്യാബോധത്തെ, ആ മായാബോധത്തെ വേരറുത്ത് സത്യമായ ബോധത്തെ തരുന്ന നിത്യമായ തത്വമായി മേവുന്ന അല്ലയോ ഭഗവാനെ ഞങ്ങളെ കാത്തുകൊള്ളുക. വേദങ്ങൾ തന്നെ പണ്ടാരാഞ്ഞൂഴന്നുള്ള ഖേദങ്ങൾ തീർപ്പതീനെന്ന പോലെ മോദം കലർന്നൊരു മീനായ വറ്റച്ചെന്നാദാനം ചെയ്തതു നീതാനല്ലോ. പണ്ട് വേദങ്ങളെ കട്ടുകൊണ്ടുപോയപ്പോൾ ആ ഹയഗ്രീവനെ കൊന്നിട്ട് മത്സ്യാവതാരമെടുത്ത് ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്തതും ഭഗവാനെ അങ്ങാണല്ലോ. ആഴിയെ ഞങ്ങൾ കടഞ്ഞൊരു നേരം പണ്ടാഴുന്ന വന്മല താങ്ങുവാനായി കീഴേ പൊക്കാമതൻ വേഷമായി നിന്നതു താഴാതെ കൊണ്ടതും നീതാനല്ലോ. പണ്ട് ഞങ്ങൾ മന്ദരപർവ്വതത്തെ മഥനം ചെയ്ത സമയത്ത് താഴേക്ക് പോയ മന്ദരപർവ്വതത്തെ ആമയുടെ രൂപത്തിൽ വന്ന് മുകളിലേക്ക് ഉയർത്തിയതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. ഖിന്നത കൈവിട്ടു മന്നിടം കൊണ്ടുപോയി ഉന്നതനായോരീരണ്യാക്ഷൻ തന്നെയ പന്നിയായി കൊന്നതു പാർക്കുമ്പോൾ നിന്നോടെ കാരുണ്യമെന്നേയാവൂ. ഭൂമിയെ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയ ഹിരണ്യാക്ഷനെയാണ്. ഹിരണ്യാക്ഷനെ പന്നിയായി വരാഹമൂർത്തിയായി വന്ന് കൊന്നത് പാർക്കുമ്പോൾ നിന്റെ കാരുണ്യത്തെക്കുറിച്ച് എന്ത് പറയാനാണ്. കാണായതെല്ലാമേ താനെന്നു തേരുവാൻ തൂണു പിളർന്നു പുറത്തു ചെമ്മേ കാണായേഴും നര
നരസിംഹമെന്നുള്ളത്തിൽ കാണായതല്ലോ പോറുത്തതിന്നും. ഇവിടെ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, തൂണിലും തുരുമ്പിലും ഞാൻ തന്നെയാണ് എന്ന സത്യത്തെ വെളിവാക്കാനാണോ എന്നതുപോലെ ഭഗവാനെ അങ്ങ് ആ തൂണു പിറന്നാണല്ലോ നരസിംഹമൂർത്തിയായി വന്നത്. മാനവരെല്ലാരെ പോലെ നടന്നു നാം മാനവും കൈവിട്ടു പോരും കാലം. ദാനവൻ തന്നെ നീ വഞ്ചിക്ക കൊണ്ടല്ലോ ദീനം കളഞ്ഞു തെളിഞ്ഞു ഞങ്ങൾ. മഹാബലി സ്വർഗലോകം കീഴടക്കിയപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരെ പോലെ ഭൂമിയിൽ അലയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഭഗവാനെ അന്ന് നീ വാമനമൂർത്തിയായി വന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഭൂപാലരാലുള്ള ഭൂഭാരം പോക്കുവാൻ ആപാദിച്ചുള്ളൊരു വെൺമഴുവാൽ മൂവേഴു വട്ടം തറിച്ചു നീ കേവലം പാവകനേശും പലാശം പോലെ. പിന്നീട് ക്ഷത്രിയ വംശത്തെ ഒടുക്കുവാനായി പരശുരാമനായി നീ വന്നുവല്ലോ. പത്തായ ദിക്കുകൾ കത്തൽ വളർത്തോരു പത്തുമുഖനായ പാപിയെ കൊന്നുത്തമരായുള്ള ഞങ്ങളെ കാത്തുവിയത്ര നാളൊട്ടു പോറുത്തിരുന്നു. പിന്നീട് 10 തലയുള്ള രാവണനെ കൊല്ലാൻ ഞങ്ങളെ രക്ഷിക്കാൻ അതുവഴി ഞങ്ങൾക്കും ഒരു ആശ്വാസം ഏകാനായിട്ട് ശ്രീരാമചന്ദ്രനായി വന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. ഇക്കാലം നിന്നൂടെ തൃക്കാലെന്നിങ്ങനെ ചൊൽക്കൊണ്ടു പോരുമീ പാരിടത്തെ ദുഃഖങ്ങൾ തീർത്തു നീ പാലിച്ചു കൊള്ളുവതിന്നിക്ഷണം നാമിതാ കൈതൊഴുന്നേ. ഇപ്പോൾ വലഞ്ഞിരിക്കുന്ന ഭൂമിദേവിയെ സംരക്ഷിക്കാനായിട്ട് എല്ലാ ഭാരവും തീർത്ത് സംരക്ഷിക്കാൻ വരാൻ പോകുന്നല്ലയോ ഭഗവാനെ, ഞങ്ങളുടെ ദുഃഖങ്ങൾ തീർത്ത് പാലിച്ചുകൊള്ളുവാൻ ആവോളം ഞങ്ങളിതാ കൈതൊഴുന്നേ. ഇങ്ങനെ ഓരോരോ മംഗല വാക്കുകൾ ഭംഗിയിൽ ചൊല്ലിപ്പൂകണ്ണു പിന്നെ വാനിടം മുന്നിട്ടു പോകത്തുടങ്ങിനാർ വാനവരെല്ലാരും മെല്ലെ മെല്ലെ. മേദിനി ദേവിയുമാദരവോടു തൻ വേദന വേറിട്ടു നിന്ന നേരം. ഇങ്ങനെ ഓരോരോ മംഗലവാക്കുകൾ കൊണ്ട് ദേവന്മാർ സ്തുതിച്ചു. അങ്ങനെ വാനിടം മുന്നിട്ട് പോകത്തുടങ്ങിനാർ വാനവരെല്ലാരും മെല്ലെ മെല്ലെ അവിടെ നിന്ന് ആ ആകാശദേശത്ത് നിന്ന് മറഞ്ഞു. ആ സമയത്ത് മേദിനി ദേവിക്കും എന്തുകൊണ്ടോ വേദന ഇല്ലാത്തതുപോലെ തോന്നി. മംഗല്യമാളുന്ന ദേവകീ ദേവിക്ക് ചിങ്ങമാസവും പോന്നു വന്നു. അഷ്ടമി രോഹിണി തങ്ങളിൽ കൂടി നിന്നിഷ്ടമായുള്ളൊരു നൽപ്പൊഴുതും മംഗലജാലങ്ങൾ തിങ്ങി നിന്നെങ്ങുമേ പൊങ്ങിയേഴുന്നു തുടങ്ങിയതപ്പോൾ. അങ്ങനെ മംഗല്യമാളുന്ന ദേവകീ ദേവിക്ക് ചിങ്ങമാസം പിറന്നു. അഷ്ടമി ദിവസം രോഹിണി നക്ഷത്രം. ഇങ്ങനെ എല്ലാം കൊണ്ടും ശുഭ മുഹൂർത്തമായിട്ടുള്ള ആ സമയത്ത് ആരണർ കണ്ഠത്തിൽ അഗ്നികളെല്ലാമേ പാരമേഴുന്നു വലം ചുഴന്നു. സ്വച്ഛങ്ങളായി വന്നു തോയങ്ങളെല്ലാമേ സജ്ജന മാനസമെന്ന പോലെ. ആരണർ എന്നാൽ ബ്രാഹ്മണരുടെ കണ്ഠത്തിൽ അഗ്നികൾ അങ്ങനെ പാരമെഴുന്ന് വലം ചുഴന്നു. അവർ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചങ്ങനെ ആ മന്ത്രധ്വനി കൊണ്ട് ഈ പ്രകൃതിയാകെ
കോലാഹലം, ആ മന്ത്രധ്വനി കൊണ്ടുള്ള കോലാഹലത്തിൽ അങ്ങനെ വന്നിരിക്കെ സ്വച്ഛങ്ങളായി വന്നു തോയങ്ങൾ, ഈ ജലാശയങ്ങളൊക്കെ സ്വച്ഛങ്ങളായി വന്നു. ഏതുപോലെ? സജ്ജനമാനസം എന്ന പോലെ. താരങ്ങളായുള്ള ഹാരങ്ങൾ പൂണ്ടിട്ടു പാരം വിളങ്ങി വീയത്തുമപ്പോൾ മത്തങ്ങളായി നിന്നു പാടിത്തുടങ്ങിനാർ ചിത്തം തേളിഞ്ഞുള്ള ഭൃംഗങ്ങളും. ഇത് അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് പറയുന്നു താരങ്ങളാകുന്ന, നക്ഷത്രങ്ങളാകുന്ന ഹാരങ്ങൾ മാലയണിഞ്ഞ് പാരം വിളങ്ങി വിയത്തും, ആകാശദേശം അങ്ങനെ വിളങ്ങി. മത്തങ്ങളായി നിന്നു പാടിത്തുടങ്ങിനാർ ഭൃംഗങ്ങളും, വണ്ടുകളൊക്കെ പാടിത്തുടങ്ങി. മന്ദമായി വന്നങ്ങു വീതു തുടങ്ങിനാൻ സുന്ദരനായൊരു തെന്നൽ താനും. ഇങ്ങനെ ഓരോരോ നന്മകൾ പിന്നെയും മംഗലഹേതുക്കളായി വന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി അങ്ങനെ അണിഞ്ഞൊരുങ്ങി തങ്ങളുടെ ഭഗവാനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇതേ സമയം കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു കംസൻ. എന്നാൽ കാത്തു നിന്നിടുന്ന കംസനിയോഗികൾ ചീർത്തൊരു നിദ്രയെ പൂണ്ടാരപ്പോൾ പാവനയായൊരു ദേവകി ദേവിക്കു നോവു തുടങ്ങിയതു മെല്ലെ മെല്ലെ. വേദന വേറിട്ടു മേദിനി ദേവിക്കു മേനിയിൽ നോവു കുറഞ്ഞു തപ്പോൾ. അങ്ങനെ പാവനയായ ദേവകീ ദേവിക്ക് വേദന തുടങ്ങിയ ആ സമയത്ത് ഈ കംസനാൽ നിയോഗിക്കപ്പെട്ട സേവകന്മാർക്ക് എന്താണെന്നറിയാത്ത ഒരു ഉറക്കം, ബോധം കെട്ടതുപോലെ അവരൊക്കെ ഉറങ്ങിപ്പോയി. അതേസമയം ദേവകീ ദേവിക്ക് വേദന തുടങ്ങിയപ്പോൾ മേദിനി ദേവിക്ക് വേദന കുറഞ്ഞു. ചൊൽക്കണ്ണി തന്നിലെ ദീർഘങ്ങളായുള്ള ശൂൽക്കാരജാലവുമുണ്ടായപ്പോൾ മൂർഖരെ തിണ്ണം ചൂമന്നുള്ള നന്ദനു ശൂൽക്കാരമീശൽ തളർന്നതായി. വേദന കൊണ്ട് ദേവി അങ്ങനെ ശൂൽക്കാരം കൊണ്ട് പുളയുകയാണ്. അതേസമയം ഈ മൂർഖരെ, അസുരന്മാർ രാജാക്കന്മാരായിട്ടാണ് ജനിച്ചത്, അങ്ങനെയുള്ള അവരെ താങ്ങി താങ്ങി തളർന്ന ഈ അനന്തന് ഒരു ശമനം, ആ ശൂൽക്കാരത്തിനൊരു ഈശൽ തളർന്നു, അതായത് ഒരു സമാധാനമായി. ചീർത്തു നിന്നിടുന്നോരിറ്റു നോവാണ്ടവൾ ആർത്തയായേറ്റവും മേവും നേരം ഇന്ദ്രദി ഗംഗന ചന്ദ്രനായുള്ളൊരു നന്ദനൻ തന്നെയും പെറ്റാളപ്പോൾ. അങ്ങനെ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം വന്നു ചേർന്നു. ദേവകീ ദേവി ഭൂമിയുടെ ഭാരം തീർക്കാൻ അവതരിച്ച ആ കോമള ബാലന് ജന്മം നൽകി. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ.